ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കഴിവുകേട് കൊണ്ട് ഇന്ത്യ തകരുന്ന അവസ്ഥയിൽ എത്തിപ്പെടുകയാണ് എന്ന പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപം ഉയരുന്ന സാഹചര്യം രാജ്യത്ത് ഭീതി പടർത്തുകയാണ്. മോദിയുടെ കഴിവില്ലായ്മ ട്രംപ് ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്ന് വേണം കരുതാൻ. മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ സന്ദർശന വേളയിൽ അമേരിക്കൻ മാധ്യമ പടയ്ക്ക് മുന്നിൽ പതറിപ്പോയത് ഏറെ പരിഹാസത്തോടെ രാജ്യം ചർച്ച ചെയ്തതാണ്. തൻ്റെ ദോസ്ത് എന്ന് കൊട്ടിഘോഷിച്ച് കെട്ടിപ്പിടിച്ച് ലോകത്തിനു മുന്നിൽ ഗർവ് കാട്ടിയ അല്പത്തരത്തിന് ട്രംപ് കുടഞ്ഞു ഞെരുക്കിയ തീരുവ യുദ്ധകാലത്തെ അതിജീവിക്കാൻ കെൽപ്പില്ലാതെ മോദി ആകെ പരവശനായിപ്പോയതും രാജ്യം ചർച്ച ചെയ്തു കഴിഞ്ഞു. ഗത്യന്തരമില്ലാതെ മോദി ഇപ്പോൾ ട്രംപിന്റെ മുന്നിൽ മുട്ടുമടക്കിയെന്ന ആക്ഷേപം ഉയരുമ്പോൾ രാജ്യം നേരിടുന്ന അതിപ്രധാനമായ ഒരു പരാജയത്തിൻ്റെ അല്ലെങ്കിൽ ട്രംപിൻ്റെ ഒരു ഊരാക്കുടുക്കിൽപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അവസ്ഥ നമുക്ക് വ്യക്തമാകുകയാണ്. എന്തിനാണ് നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കയ്ക്ക് മുന്നിൽ ഈ വിധേയത്വ മനോഭാവം വെച്ച് പുലർത്തുന്നത് എന്ന ചോദ്യം ഉയർന്നു കഴിഞ്ഞു. ഇന്ത്യയുടെ കാര്യത്തിൽ മോദിയെ തള്ളി അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയുടെ ആഭ്യന്തര, സാമ്പത്തിക, വാണിജ്യ, സൈനിക, നയതന്ത്ര കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അതിന് മറുപടി കൊടുക്കാതെ മൗനം പോകുന്ന മോദി ട്രംപിനെ ഭയക്കുന്നത് എന്തിനാണ്? അതോ ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്നത് പോലെയുള്ള വിവാദങ്ങൾക്ക് കഴമ്പുള്ളതാണോ? അത് പരിശോധിക്കുന്നതിന് മുമ്പ് ട്രംപിന്റെ കെണി ഒന്ന് പരിശോധിക്കാം. ഇന്ത്യയുടെ ആഗോള കച്ചവട ലാഭം കുറയ്ക്കാനായി മോദിയെ ഉപയോഗിച്ചു എന്ന് വേണം കരുതാൻ. അതോ മോദിക്ക് ഇതൊക്കെ വ്യക്തമായി അറിയാമെന്നിരിക്കെ ഉള്ളിൽ ബോധമുണ്ട് പക്ഷെ മിണ്ടാൻ കഴിയില്ല എന്ന അവസ്ഥയിൽ ആയി എന്നതാണോ അർത്ഥമാക്കുന്നത്? അങ്ങനെയെങ്കിൽ അതിൻ്റെ പിന്നിലെ രഹസ്യം എന്തായിരിക്കും? അതായത് ഇന്ത്യയെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനങ്ങൾ ലോകത്തെ അറിയിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് എന്നത് പലപ്പോഴും നമ്മൾ കണ്ടു. ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിവെച്ചു എന്നും ഇന്ത്യയിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് കുറയ്ക്കുമെന്നും ഇന്നലെ ട്രംപ് പറഞ്ഞു. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ അവസാനിപ്പിച്ചു എന്നും സൂചിപ്പിച്ചു. ഇത് ഇന്ത്യ രാജ്യത്തിൻ്റെ കാര്യമെന്നിരിക്കെ അത് ട്രംപിൻ്റെ വായിൽ നിന്ന് പുറത്തു വരുമ്പോൾ പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സ്ഥാനം എന്താണ് എന്ന ചോദ്യം ഉയരില്ലേ? ഇപ്പോൾ ഉയരുന്ന ട്രേഡ് ഡീലിൻ്റെ കാര്യം അതും പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ല, ട്രംപാണ് എന്നത് ഓർക്കണം. കഴിഞ്ഞ ദിവസം വന്ന ട്രംപിൻ്റെ ട്വീറ്റ് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ എന്തോ ഒരു അപകടം പതിയിരിക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ്. ട്രംപിൻ്റെ ട്വീറ്റിൽ പറയുന്നു, റഷ്യയിലെ എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കാൻ നരേന്ദ്രമോദി സമ്മതിച്ചു എന്ന്. അമേരിക്കയിൽ നിന്നും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യാനും ഇന്ത്യ സമ്മതിച്ചത്രേ. അതുമാത്രമല്ല, ട്രംപ് ആവശ്യപ്പെട്ടത് പ്രകാരം വെനസ്വേലയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുമെന്നും സമ്മതിച്ചത്രേ. 25% നിന്നും 18% ഇറക്കുമതി ചുങ്കം കുറച്ചു. മോദി അഭ്യർത്ഥിച്ചത് മാനിച്ച് കുറച്ചു എന്നാണ് ട്വീറ്റ്. അതുമാത്രമല്ല, അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ തീരുവ 0 ആക്കി സമ്മതിച്ചു എന്നും പറഞ്ഞിരിക്കുകയാണ്. 2025 ആഗസ്റ്റ് മുതൽ US ഇന്ത്യൻ ഇറക്കുമതി 25% തീരുവ പ്രഖ്യാപിച്ചിരുന്നു ഡൊണാൾഡ് ട്രംപ്. കൂടാതെ ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇന്ധനവും ആയുധവും ഇറക്കുമതി നടത്തുന്നതിനാൽ ഇന്ത്യയോട് അധികമായി പിഴ ഈടാക്കുമെന്നും ട്രംപ് അന്ന് പറഞ്ഞിരുന്നു. 2025 ഏപ്രിൽ 2 ലിബറേഷൻ ഡേ പ്രഖ്യാപനത്തിൽ ഇന്ത്യക്ക് 26% തീരുവയാണ് ട്രംപ് ചുമത്തിയിരുന്നത്. നിലവിൽ ഇതിൽ 1% കുറവ് മാത്രമാണ് വരുത്തിയിരിക്കുന്നത്. ഇന്ത്യ തങ്ങളുടെ സുഹൃത്തായിരിക്കുമ്പോൾ തന്നെ വർഷങ്ങളായി അവരുമായി താരതമ്യേന ചെറിയ തോതിലുള്ള വ്യാപാരമാണ് US നടത്തിയിരിക്കുന്നത്. അവരുടെ ഉയർന്ന താരിഫാണ് ഇതിന് കാരണം. ലോകത്തിലെ തന്നെ ഉയർന്ന തീരുവയാണ് ഇന്ത്യ ഈടാക്കുന്നത്. കഠിനമായ മ്ലേച്ഛമായ വ്യാപാര തടസ്സങ്ങളാണ് മറ്റേത് രാജ്യത്തെക്കാളും കൂടുതലായി ഇന്ത്യയിലുള്ളത്. ട്രൂത്ത് സോഷ്യലിൽ പങ്കുവെച്ച പോസ്റ്റിലാണ് ഡൊണാൾഡ് ട്രംപ് ഇത് പറഞ്ഞത്. അവരുടെ കൂടുതൽ സൈനിക ആയുധങ്ങളും റഷ്യയിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. ഇന്ത്യ ചൈനയോടൊപ്പം റഷ്യയിൽ നിന്ന് ഏറ്റവും അധികം ഇന്ധനം വാങ്ങുന്നു. യുക്രൈനിലെ കൊലപാതകങ്ങൾ റഷ്യ അവസാനിപ്പിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുമ്പോഴാണിത്. ഇതൊന്നും നല്ല കാര്യങ്ങളല്ല. ഇക്കാരണങ്ങളാൽ ഇന്ത്യ 25% താരിഫും റഷ്യയിൽ നിന്നുള്ള ഇന്ധന ആയുധ വാങ്ങലുകൾക്ക് പെനാൽറ്റിയും ആഗസ്റ്റ് 1 മുതൽ നൽകണമത്രേ. US പ്രസിഡന്റ് അന്ന് വ്യക്തമാക്കിയതാണ് ഇത്. ട്രംപിന് പിന്നാലെ വിവിധ രാജ്യങ്ങൾക്ക് US ഏർപ്പെടുത്തിയ തീരുവകൾ 2025 ആഗസ്റ്റ് 1 മുതൽ തന്നെ നടപ്പിൽ വരുമെന്ന് US വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക്കും അറിയിക്കുകയുണ്ടായി. ഇനി നീട്ടിവെക്കലുകളോ കാലതാമസമോ ഗ്രേസ് പീരീഡോ ഇല്ല. ആഗസ്റ്റ് 1 മുതൽ നിശ്ചയിച്ച പ്രകാരമായിരിക്കും താരിഫ് ഈടാക്കുക എന്ന നയം പ്രഖ്യാപിച്ച്
ഇന്ത്യയെ അടക്കം സമ്മർദ്ദത്തിൽപ്പെടുത്തി ട്രാപ്പിലാക്കുകയായിരുന്നു. ട്രംപിൻ്റെ നയവും മോദിയുടെ മൗനവും രാജ്യത്ത് ആകമാനം കോളിളക്കം സൃഷ്ടിച്ചു കഴിഞ്ഞു. പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ഇളകി. ഇപ്പോൾ പാർലമെൻറ്റ് ഈ വിഷയത്തിൽ അതിപ്രക്ഷുബ്ധമായി ഇളകി മറിയുകയുണ്ടായി. ഇന്ത്യയിലെ 70% വരുന്ന കർഷകരുടെ സ്വപ്നങ്ങളെ മോദി സർക്കാർ ചവിട്ടിമെതിക്കുകയാണ് എന്ന് പ്രതിപക്ഷം പറഞ്ഞു. ഇത്തരം നയങ്ങൾ കർഷകരെ മാത്രമല്ല താഴ്ന്ന ഇടനിലക്കാരെയും ബുദ്ധിമുട്ടിക്കുമെന്നും ഭക്ഷ്യധാന്യങ്ങളിലും കാർഷിക ഉൽപ്പന്നങ്ങളിലും ലാഭക്കൊതി വളർത്തിയെടുക്കുന്നതിനോടൊപ്പം പുതിയൊരു ഇടനിലക്കാരനെ സൃഷ്ടിക്കുമെന്നും പ്രതിപക്ഷം മുന്നറിയിപ്പ് നൽകി. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതിലൂടെ ഭരണകക്ഷി നേതാക്കൾ എത്രമാത്രം കമ്മീഷൻ നേടിയെന്ന് പൊതുജനങ്ങളോട് വിശദീകരിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഈ നടപടികൾ കർഷകരുടെ വരുമാനം ക്രമേണ ഇല്ലാതാക്കും. ഇത് അവരെ സമ്പന്നരായ വ്യക്തികൾക്കും കോർപ്പറേറ്റുകൾക്കും അവരുടെ ഭൂമി വിൽക്കാൻ നിർബന്ധിതരാക്കും. ഭൂമി പിടിച്ചടക്കുക എന്നതാണ് BJPയുടെയും സഖ്യകക്ഷികളുടെയും ആത്യന്തിക ലക്ഷ്യം എന്ന് അഖിലേഷ് യാദവും തുറന്നടിച്ചു. 140 കോടി ഇന്ത്യൻ ജനതയുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിട്ട് എന്തിനാണ് മോദി രാജ്യത്തെ ഇങ്ങനെ നയിക്കുന്നത്? അതോ അമേരിക്കയിൽ നിന്ന് പുറത്തു വരാനിരിക്കുന്ന എഫ്സ്റ്റീൻ ഫയലിനെ മോദി ഭയക്കുന്നത് കൊണ്ട് ഒരു അടിയറവാണോ ഇത്? മോദി അടക്കമുള്ള ലോകത്തെ പ്രമുഖ വ്യക്തികളുടെ രഹസ്യബന്ധങ്ങളുടെ നിഗൂഢത മുന്നിൽ വെച്ചുകൊണ്ട് ട്രംപ് വിലപേശുന്നതാണോ ഇത്? ഈ മോദി മൗനത്തിന് പിന്നിലെ ഗൂഢലക്ഷ്യം രാജ്യത്തെ പിടിച്ചുലയ്ക്കുമോ? രാജ്യം ഇന്ന് മോദി ഭരണത്തിലേറെ ആശങ്കയിലാണ്. വൻ കോർപ്പറേറ്റുകളുടെ ഇംഗിതത്തിന് വഴങ്ങി നടത്തിയ അഴിമതികളും വോട്ട് കൊള്ളയും SIR തട്ടിപ്പും ഇലക്ഷൻ ബോണ്ട് പണമിടപാടും പൊതുഫണ്ട് തട്ടിപ്പും ജനക്ഷേമപരമായ പദ്ധതികളുടെ പൊളിച്ചെഴുത്തും MM നരവനയുടെ പുസ്തകത്തിൽ ഇപ്പോൾ പരാമർശിച്ച വിവാദങ്ങളും അടക്കം രാജ്യത്തെ പൊള്ളിച്ചുകൊണ്ട് അതീവ പ്രതിസന്ധി നേരിടുമ്പോഴാണ് പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ വിധേയത്വവും രാജ്യത്തെ ഞെട്ടിക്കുന്നത്. ഇനി രാജ്യത്തിൻ്റെ ഭാവി എന്ത് എന്ന ചോദ്യം ഇവിടെ ഉയരുകയാണ്. BJPയുടെ 2 ടേം പൂർത്തിയാകുമ്പോൾ രാജ്യം ഏതവസ്ഥയിലെത്തുമെന്നതാണ് പ്രതിപക്ഷം ഉയർത്തുന്ന ചോദ്യം. അതിനുത്തരം പറയാൻ മോദി ബാധ്യസ്ഥനാണ്. ഇത് ഒരു ജനാധിപത്യ രാജ്യമാണ്. മോദിയും BJPയും ഈ രാജ്യത്തോട് ഇതിന് മറുപടി പറയേണ്ടി വരും എന്നത് ഉറപ്പ് തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.